നമസ്കാരം. തലസ്ഥാന രാഷ്ട്രീയം ഒറ്റുനോക്കുന്ന ഒരു പ്രധാന വാർത്തയുണ്ട്. എന്താണെന്നാൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരി BJPയിലേക്ക് അംഗത്വമെടുക്കാൻ പോവുകയാണ് എന്ന വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഇത് BJPയെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ CPMനെ സംബന്ധിച്ച് കനത്ത നഷ്ടം കൂടിയാണ്. CPMലെ അഴിമതികളൊക്കെ ചൂണ്ടിക്കാട്ടിയതിന് കരമന ഹരിക്കെതിരെ നിലവിൽ CPMന് തന്നെ ഒരു പടയൊരുക്കം രൂപപ്പെടുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മോശമായി പെരുമാറി എന്ന പേരിൽ നടപടിക്ക് ഒരുങ്ങുകയാണ്. തിരഞ്ഞെടുപ്പിൽ CPM പരാജയത്തിന് പ്രധാന കാരണം പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കരമന ഹരിക്ക് ഇപ്പോൾ നടപടിയെടുക്കാനായിട്ടുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. അതേസമയം കരമന ഹരിക്കെതിരെ നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഹരി BJPയിൽ അംഗത്വമെടുക്കാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിയിൽ തന്നെ ഹരിയെ പിന്താങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും തന്നെ ഹരിയോടൊപ്പം CPM വിട്ട് BJPയിലേക്ക് പോകുമെന്നത് വ്യക്തമാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷുമായി ഹരി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അത് മാത്രമല്ല, VV രാജേഷുമായി ഹരി ഒരു കൂടിക്കാഴ്ച തന്നെ നടത്തി. ആദർശ ശുദ്ധിയുള്ള നേതാക്കളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് VV രാജേഷ് പറഞ്ഞത്. BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായി ചർച്ച നടത്തുമെന്നും VV രാജേഷ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ CPM അനുഭാവികൾ BJPയിലേക്ക് എത്തുമെന്ന് VV രാജേഷ് പറയുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെയും CPMലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും ഹരി ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്ന് ഹരി അഭിപ്രായപ്പെട്ടിരുന്നു. തുടർന്ന് മേൽ കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത M സുരാജ് ആ മുതലാളിയുടെ പേര് പറയണമെന്നും വെറുതെ ആരോപണം ഉന്നയിക്കരുതെന്നും പറഞ്ഞു. എന്നാൽ കരമന ഹരി ആ വ്യക്തിയുടെ പേര് പറയാൻ തയ്യാറായില്ല. തുടർന്നാണ് ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും വിശദീകരണം നൽകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി, മന്ത്രി PM മുഹമ്മദ് റിയാസ്, സ്പീക്കർ AN ഷംസീർ എന്നിവർക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് ഉണ്ടായത്. ഇന്നലത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല. തലസ്ഥാനത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയുമായി AM ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്ന് ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അത് തെളിവ് സഹിതമാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടിക്ക് കൊടുത്തത്. പാർട്ടി പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ഷംസീറിന് എന്ത് ബന്ധമാണെന്ന് ചിലർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്ന് ചില അംഗങ്ങളുടെ ആരോപണത്തിന് ജില്ലാ സെക്രട്ടറി നൽകിയ മറുപടിയും ബഹളത്തിന് ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. MV ഗോവിന്ദൻ ഉൾപ്പെടെ കുറ്റം പറഞ്ഞതിൽ അരിശമ്പുണ്ട് ഗോവിന്ദൻ നടപടിക്ക് ഒരുങ്ങുകയാണ്. പാർട്ടിയുടെ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും ചില മുതിർന്ന നേതാക്കൾ വഴിവിട്ട ബന്ധം ഉൾപ്പെടെ പുറത്തു വന്നു. ഇത് തിരിച്ചടിക്ക് കാരണമായെന്ന് ഹരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഈ കാര്യത്തിലെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചപ്പോഴാണ് ഹരിക്കെതിരെ പ്രതികാര നടപടിക്ക് വേണ്ടിയുള്ള പടപ്പുറപ്പാട് MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. എന്തായാലും കരമന ഹരി ഇനിയിപ്പോൾ CPMൽ നിൽക്കില്ല. ഇന്നലെ നടന്ന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കരമന ഹരി BJPയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഹരി BJPയിലേക്ക് പോകുന്നതോടുകൂടി ഹരിയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരും കൂടെ BJPയിലേക്ക് വരുമ്പോൾ ഹരി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുള്ള ഒരുപാട് വോട്ടുകൾ BJPക്ക് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല.